ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവമാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നാട്ടിൽ ചിലരൊക്കെ ഇങ്ങനെ നേരിട്ടിട്ടുള്ള പ്രശ്നമായിരിക്കും ഒരു പക്ഷേ. എനിക്ക് പക്ഷേ നാട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ബസ്സിലിരിക്കുകയാണ്. ബസ്സിലധികം ആൾക്കാരുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാനും വേറൊരു ഇന്ത്യൻ ആയിട്ടുള്ള വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. മലയാളിയല്ല, വേറെ ഏതോ നാട്ടുകാരി. അപ്പോൾ ആ കുട്ടിയും ഞാനും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ട്, ബസ്സിൻ്റെ ഏറ്റവും പുറകിലായിട്ട് രണ്ട് പേര് കള്ളു കുടിക്കുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യുകയോ എന്തൊക്കെയോ ബ്രീത്ത് കിട്ടാത്ത പോലെ ബുദ്ധിമുട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കഞ്ചാവ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ചിലർ കാണിക്കുന്നു. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലത്തെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുമാതിരി ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നു, അങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ കാണിക്കുന്നു. പിന്നെ ആൻസൈറ്റീൻ്റെ ഒക്കെ പ്രശ്നം പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ പക്ഷെ എനിക്കിത് കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കുട്ടിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പുറകിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് ഞങ്ങൾക്ക് ശരിക്കും അങ്ങ് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അന്നേരം ആ കുട്ടി എന്നോട് ചോദിച്ചു, എന്താ പുറകിലെന്താ ഒരു പിന്നെ ഭയങ്കര സ്ട്രേഞ്ച് നോയ്സ് കേൾക്കുന്നില്ലോ എന്ന്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ എനിക്കും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായില്ല. എന്നിട്ട് പക്ഷെ നമുക്ക് ഭയങ്കര പേടിയാകുന്നു. എന്തോ ഒരു ഭീകരത പോലെ അവരെന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡ്രൈവറിൻ്റെ തൊട്ടിപ്പുറത്തെ സീറ്റിൽ മുന്നിലേക്ക് പോയി അങ്ങ് ഇരുന്നു. എന്നിട്ട് വീണ്ടും ഇവരത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അവരെ മോശമാക്കുന്ന രീതിയിൽ പറഞ്ഞില്ല. അതായത് ഇങ്ങനെ പറഞ്ഞു, എന്തോ ബാക്കിലെ സീറ്റിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്തോ സ്ട്രേഞ്ച് നോയ്സ് കേൾക്കുന്നുണ്ട്, ആരൊക്കെ ബ്രീത്ത് കിട്ടാത്ത പോലെയൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ ഒരു ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു. അയാൾ ഇറങ്ങിയിട്ട് പുറകിലേക്ക് ചോദിച്ചിട്ട് എല്ലാവരും ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓക്കെ ആണ് സാർ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് വിളിച്ച് പറഞ്ഞു. എന്തായാലും അവർ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. രണ്ട് ഇംഗ്ലീഷുകാരായിരുന്നു. പക്ഷേ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. അതായത് ഇവിടെയാണെങ്കിൽ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അയാൾ ബാക്കി കാര്യം നോക്കിക്കോളും. അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഈ എല്ലാ ബസ്സിലും ഒരു സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുക. ആ നമ്പറിൽ വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്യുക. അപ്പോൾ ആ കാര്യത്തിൽ നിന്ന് ആരും മടിക്കരുത്, പേടിച്ചും ഇരിക്കരുത്. അപ്പോൾ ബായ്.